നിലയ്ക്കലിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജയശങ്കർ, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാകും നാളെ മുതൽ ദർശനം, അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, തിരക്ക് നിയന്ത്രിക്കാൻ എന്തൊക്കെ നടപടികൾ എന്നൊക്കെ വിശദമായി തന്നെ അവർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഭക്തർ അധികം വന്നാൽ, അതായത് 90,000 എന്ന തരത്തിലേക്ക് തന്നെ ക്രമപ്പെടുത്തും. അതിൽ കൂടുതൽ ഭക്തർ വന്നാൽ അവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ട് അടുത്ത ദിവസം ദർശനം എന്ന രീതിയിലേക്ക്, കൂടാതെ ക്യൂ കോംപ്ലക്സുകളിൽ എന്തൊക്കെ സംവിധാനം, ഇവർക്ക് വെള്ളം എത്തിക്കുന്നതിന് എന്തൊക്കെ സംവിധാനം, അങ്ങനെ കൃത്യമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ടല്ലോ ജയശങ്കർ. അതായത് ഇത്തരത്തിൽ സൗകര്യമൊരുക്കുമെന്ന് നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ ഭക്തർക്ക് സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും ഇങ്ങനെ ക്രമാതീതമായി സന്നിധാനത്തേക്ക് ശബരിമല ദർശനത്തിന് ഭക്തരെത്തുമ്പോൾ അവരെങ്ങനെ നിയന്ത്രിക്കുമെന്നൊരു ചോദ്യം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ നിലയ്ക്കലിലും പമ്പയിലും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവുണ്ട്. ഈ ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ ഇവിടെ ക്രമീകരിക്കുന്നതിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഉൾപ്പെടെ ഈ പമ്പ നദീ തീരത്തുൾപ്പെടെ ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ സ്പോട്ട് ബുക്കിങ്ങിന് 20,000-ത്തിലധികം ഭക്തർ എത്തുമ്പോൾ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? ഈ വാർത്താക്കുറിപ്പിനപ്പുറം, ഈ സാങ്കേതികത്വത്തിനപ്പുറം ഇത് ഏത് തരത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാനാകും എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡ് നാളെ 20,000 പേർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുമെന്ന് പറയുമ്പോഴും അതിൽ കൂടുതൽ ആളുകൾ വരാനുള്ള വലിയ സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ നീണ്ട ക്യൂ ആണ്. ഈ നിലയ്ക്കൽ മുതൽ ഇലവുങ്കൽ വരെ, അതായത് കോട്ടയം, പത്തനംതിട്ട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരുമിച്ച് ചേരുന്ന ജംഗ്ഷനാണ് ഇലവുങ്കൽ. ഈ ഇലവുങ്കൽ വലിയ വാഹനങ്ങളുടെ ക്യൂ ഉണ്ട്. ഈ ക്യൂ എന്ന് പറയുന്നത് നാളത്തെ ഒരു സൂചന കൂടിയാണ്. ഇന്ന് ഈ ഇത്രയും ഭക്തർ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇത് കൂടാനാണ് സാധ്യത. കാരണം നാളെ ബുധനാഴ്ചയാണ്. അയ്യപ്പനെ സംബന്ധിച്ച് ബുധനാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിലെ ദർശനം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച വലിയ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ കേരളത്തിൽ നിന്ന് അടക്കം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് നീക്കുക എന്നത് അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ ഇറക്കിയ തരത്തിലുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കാനാകുമോ എന്ന് അവിടെ ഒരു ചോദ്യമുണ്ട്. എന്തായാലും പോലീസ് നിലവിൽ അവരുടെ വിഭവശേഷി അനുസരിച്ച് പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിലയ്ക്കലിലും പമ്പയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ തീർത്ഥാടകരെ നിയന്ത്രിക്കുകയും അവരെ മുകളിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും വലിയൊരു തിരക്ക്, ഈ ഭക്തർ അനിയന്ത്രിതമായി വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ആ ഒരു കപ്പാസിറ്റി, ഒരു ടെറൈനില്ല. പൊതുവിൽ 100,000 പേരെയാണ് ഇവിടെ ഉൾക്കൊള്ളാവുന്ന ശേഷി. പക്ഷേ അതിലധികം ആളുകൾ നിലവിൽ സന്നിധാനത്തുണ്ട്, പമ്പയിലുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ വലിയ അനിയന്ത്രിതമായ ഒരു തിരക്കിൻ്റെ കാരണം. അത് ഇങ്ങനെ തുടർന്നാൽ നാളെയും സമാനമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ. കാരണം ഇപ്പോൾ തിരക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോഴും രാത്രിയോടുകൂടി 11 മണിക്ക് ശബരിമല നടയടയ്ക്കും. ഈ 11 മണിക്ക് നടയടച്ചാൽ മല കയറുന്ന ആളുകൾ, പമ്പയിലെത്തിയിരിക്കുന്ന ആളുകൾ, അവരെല്ലാം തന്നെ അവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സന്നിധാനത്തുള്ള ആളുകൾ താഴേക്ക് ഇറങ്ങില്ല. മല കയറിയ ആളുകൾ അവിടെ നിൽക്കും. ഈ 18-ാം പടി വഴി കയറ്റിവിടാത്തതുകൊണ്ട് അത്തരമൊരു നീക്കം നടക്കില്ല. ആളുകൾ അവിടെ തുടരും. പമ്പയിലും സമാനമായ രീതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. സ്വാഭാവികമായും ഈ നിലയ്ക്കൽ വഴി ആളുകൾ പമ്പയിലേക്ക് എത്തിക്കൊണ്ടിരുന്നാൽ ഇന്നലെ രാത്രി സംഭവിച്ചത്, ഇന്നലെ പുലർച്ചെ സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് വീണ്ടും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അനുജ, എനിക്ക് പിന്നിൽ കാണാം വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. ആ വാഹനങ്ങളൊക്കെ തന്നെ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോലീസ് മാറ്റുകയാണ്. 10 മിനിറ്റ് കൂടുമ്പോഴാണ് നിയന്ത്രിച്ച് പമ്പയിലേക്ക് വിടുന്നത്. നിലവിൽ പമ്പയിലെ പാർക്കിംഗ് സ്ലോട്ടുകൾ ഫുള്ളായിട്ടുണ്ട്. അത് അവിടെ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്, നിലയ്ക്കലിലേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ വലിയ വാഹനങ്ങളുടെ നിരയാണ്. നമ്മൾ ഈ വാഹനങ്ങൾ കാണുമ്പോൾ ഇത് ഇലവുങ്കൽ വരെ, ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ അപ്പുറത്ത് ഇലവുങ്കൽ വരെ ഈ വാഹനങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് വാഹനങ്ങൾ നിലയ്ക്കലിലേക്കും കുറച്ച് ചെറിയ വാഹനങ്ങൾ പമ്പയിലേക്കൊക്കെ വിട്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു നിയന്ത്രണം അത് കൃത്യമാകുന്നു. അങ്ങനെ പമ്പയിലെ പരമാവധി ആളുകളെ ഒഴിപ്പിച്ച് അവിടെ സ്ഥലമുണ്ടാക്കിയാൽ ആ വിടവ് അനുസരിച്ച് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് വിടും. ഇതേ സമയത്ത് സന്നിധാനത്തും ഒഴിവ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലാകുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസുള്ളത്. പോലീസും അവരുടെ മെക്കാനിസവും കൃത്യമായി പ്രവർത്തിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയൊരു കുറവ് അതുതന്നെയാണ് ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം. ഇതേ രീതിയിൽ ഭക്തരെത്തുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും നിയന്ത്രണങ്ങൾ, എവിടെയായിരിക്കും ഈ ദേവസ്വം ബോർഡ് പറഞ്ഞതുപോലെ ഈ ഭക്തരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നൊരു ചോദ്യം അത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിന് ശേഷവും പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തുമൊക്കെ പോയിട്ടുള്ളവരാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് അനിയന്ത്രിതമായി ആളുകൾ എത്തിയാൽ അവർക്കുള്ള ഒരു സംവിധാനവും ഈ ഇടങ്ങളിലൊന്നുമില്ല. തെരുവുകളിൽ, ഈ ശബരിമലയിലേക്കുള്ള വീതികളിൽ കഴിയേണ്ട അവസ്ഥ ഭക്തർക്ക് വരും. ഈ സ്പോട്ട് ബുക്കിങ്ങിൽ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ 20,000 എന്ന് പറയുന്നത് 25,000, 30,000 ആളുകൾ എത്തുമ്പോൾ ഇപ്പോൾ അനുവദിച്ച് നൽകുന്നുണ്ട്. പക്ഷേ നാളെ അത് ഉണ്ടാകില്ല. ഉണ്ടാവാത്ത സാഹചര്യം എങ്ങനെ നേരിടും? ഇപ്പോൾ ഇന്ന് തന്നെ നിലയ്ക്കലിൽ ഉൾപ്പെടെ താമസ സൗകര്യം ഒരുക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. ആയാലും എന്താണ്
ഏത് തരത്തിലേക്കൊക്കെയാണ് ക്രമീകരണം എന്നൊക്കെയുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.